നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവ് മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള തീയതി നവംബർ 2 മാറ്റി. പണി തുടങ്ങാൻ താമസിക്കുന്നത് മണ്ഡലകാലത്ത് ഭക്തർക്ക് തിരിച്ചടിയാവുമെന്ന് ചൂണ്ടിക്കാട്ടി BJPയും RSSും രംഗത്ത്. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ അയോഗ്യരാക്കപ്പെട്ട LDF അംഗങ്ങൾക്കെതിരെ അതാത് പാർട്ടികൾ നടപടി സ്വീകരിക്കണമെന്ന് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും RSP മണ്ഡലം സെക്രട്ടറിയുമായ M. നാസർ ഖാൻ. CPMും CPIയും ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്നും നാസർ ഖാൻ. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനമൊരുക്കാൻ തയ്യാറാകുന്നതുവരെ കരവാളൂർ പഞ്ചായത്തിലെ മണലിൽ RPC പേപ്പർ മിൽ അടച്ചിടാൻ പഞ്ചായത്തിന്റെ നിർദ്ദേശം. നടപടിയെടുത്തത് കർമ്മസമിതി കഴിഞ്ഞ ദിവസം നടത്തിയ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ. ഡോക്ടർ വയല വാസുദേവൻ പിള്ള പുരസ്കാരം പ്രമോദ് പയ്യന്നൂരിന് സമ്മാനിച്ചു. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവ് മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള തീയതി നവംബർ 2 മാറ്റി. പണി തുടങ്ങാൻ താമസിക്കുന്നത് മണ്ഡലകാലത്ത് ഭക്തർക്ക് തിരിച്ചടിയാവുമെന്ന് ചൂണ്ടിക്കാട്ടി BJPയും RSSും രംഗത്തെത്തി. ദേശീയപാത 744 ഒക്ടോബർ 25 മുതൽ നവംബർ 5 വരെ ഗതാഗതം തടഞ്ഞ് 10 ദിവസം കൊണ്ട് പണി പൂർത്തീകരിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് DRM AK റസ്തോഗിയും MP NK പ്രേമചന്ദ്രനും ഉറപ്പ് പറഞ്ഞിരുന്നത്. എന്നാൽ ഗതാഗതം തടയാനുള്ള തീയതി നീട്ടിയതോടെയാണ് BJP പ്രതിഷേധവുമായി എത്തിയത്. നവംബർ 17 മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ പണി ആരംഭിക്കാൻ ഇനിയും വൈകിയാൽ മണ്ഡലകാലം തുടങ്ങും മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയില്ലെന്ന് BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഓരോ ദിവസം കഴിയും തോറും അധികാരികൾ മെല്ലെ പോക്ക്, ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള രീതിയിൽ പോയിട്ട് ഇപ്പൊ പറയുന്നു 2-ാം തീയതി ചെയ്യാൻ പോവുകയാണ്. പക്ഷെ 2-ാം തീയതി ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ നമ്മുടെ മണ്ഡലകാലം തുടങ്ങുന്ന അവസരത്തിൽ നമ്മുടെ ഈ ഭക്തർക്ക് ഈ പറയുന്ന കുളത്തൂപ്പുഴ, ആര്യങ്കാവ് നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഒരു ഗൂഢശക്തി ഇതിന്റെ പുറകിലുണ്ട്. കാലാകാലങ്ങളിൽ ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് BJP ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഗതാഗത നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് പണി പൂർത്തീകരിച്ചുകൊണ്ട് ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പിട്ട് തന്നെ ഇത് തുറന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണം. ഇല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ ഒരു ജനകീയ സമരത്തിന് രൂപം നൽകുന്നതാണ് BJPക്ക് പറയാനുള്ളത്. മേൽപ്പാലത്തിന്റെ പണി വൈകിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് RSS ജില്ലാ സഹകാര്യവാഹക് R. ജയപ്രകാശ് ലൈവ് വാർത്തയോട് പറഞ്ഞു. റെയിൽവേ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ദേശീയപാത ഉപരോധിക്കാൻ തീരുമാനമെടുത്തത് 3 തവണ മാറ്റിവെച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലത്തിന്റെ പണികൾ എത്രയും വേഗം പൂർത്തിയാക്കി റോഡ് ഗതാഗതയോഗ്യമാക്കി തീർത്ഥാടകർക്ക് ശബരിമലയിൽ എത്താൻ സൌകര്യമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായും RSS പ്രവർത്തകർ അറിയിച്ചു. ഈ ശബരിമല തീർത്ഥാടനത്തിൽ കേരളത്തിലെ തീർത്ഥാടകർ പരമാവധി എത്തുന്ന ഒരു പ്രധാന പാതയാണ് ചെങ്കോട്ട-പുനലൂർ പാത. ഇവിടുത്തെ പ്രാദേശിക ആൾക്കാരുമായിട്ടോ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളുമായിട്ടോ ദേവസ്വം ബോർഡുമായിട്ടോ ഒന്നും ആലോചിക്കാതെ ഈ നവംബർ 1 മുതൽ ആ റോഡിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ആര്യങ്കാവ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് എന്ന പേരിൽ ആ റോഡ് അടയ്ക്കുകയും അതിലെ വരുന്ന ഗതാഗതം അച്ചൻകോവിൽ പാത വഴി തിരിച്ചുവിടാനുമാണ് നീക്കം. അച്ചൻകോവിൽ പാത നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സഞ്ചാരയോഗ്യമല്ല, ഇപ്പോൾ തന്നെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പാതയാണ് അച്ചൻകോവിൽ പാത. അപ്പോൾ അത് വേണ്ട രീതിയിൽ ഗതാഗത സംവിധാനം ഒരുക്കാതെ അതുവഴി ഗതാഗതം തിരിച്ചുവിടുന്നത് മുഴുവൻ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുഴുവൻ തീർത്ഥാടകരെ അത് ബാധിക്കുകയും തീർത്ഥാടനം അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. തീർത്ഥാടനം ആരംഭിക്കുന്നതിന് സെപ്റ്റംബർ 15 ഇത് റോഡ് അടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ സെപ്റ്റംബർ 15 ദീപാവലിയാണ്, അതുകൊണ്ട് അടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒക്ടോബർ 15 പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒക്ടോബർ 25 അടയ്ക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ വൃശ്ചികം 1 അടുത്ത കാലഘട്ടത്തിൽ നവംബർ 17 തീർത്ഥാടനം തുടങ്ങാനിരിക്കെ നവംബർ 15 മുതൽ തീർത്ഥാടകർ ഇതുവഴി പ്രവഹിക്കുമെന്നിരിക്കെ നവംബർ 1 തന്നെ അടച്ച് 10 ദിവസം കൊണ്ട് ഈ പണി തീർക്കുമെന്ന് പറയുന്നത് തീർത്തും ബാലിശമാണ്. ഇന്ന് കളക്ടറേറ്റിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു സംഘടനകളെയും ആര്യങ്കാവ് അമ്പലത്തെ പോലും അറിയിക്കാതെയാണ് ഇന്നൊരു ചർച്ച കളക്ടറേറ്റിൽ വെച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം കസ്തൂരി രംഗൻ സമരം പറഞ്ഞുകൊണ്ട്, അതിന് മുമ്പിലത്തെ കൊല്ലം നമ്മുടെ മുല്ലപ്പെരിയാർ സമരം, അതിന് തൊട്ടു മുന്നിലത്തെ കൊല്ലം ബ്ലാക്ക് മാന്, ഇങ്ങനെ ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർത്ഥാടനത്തെ അട്ടിമറിക്കാനുള്ള ഏത് നീക്കത്തെയും ഈ റോഡ് തടഞ്ഞുകൊണ്ട് തീർത്ഥാടനം അട്ടിമറിക്കാൻ ഒരു കാരണവശാലും
നമ്മുടെ കേരളത്തിലെ ഹിന്ദു സംഘടനകൾ സമ്മതിക്കില്ല. അതിന് ഏതറ്റം വരെയും ഏത് പ്രക്ഷോഭത്തിനും കേരളത്തിലെ ഹിന്ദു സംഘടനകൾ തയ്യാറാണ്. ന്യൂസ് ബ്യൂറോസ്, പുനലൂർ, തെന്മല. പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് സർക്കാർ പ്രാമുഖ്യം നൽകുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് കലഞ്ഞൂരിൽ IHRD അപ്ലൈഡ് സയൻസ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗതമായുള്ള വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കാനോ സ്വന്തമായ സംരംഭങ്ങൾ തുടങ്ങാനോ കഴിയുന്നില്ല എന്നുള്ള ഒരു സത്യം നിലനിൽക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലെ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകൾ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, തൊഴിൽ നൈപുണികൾ ഉണ്ടാക്കാൻ കഴിയുന്ന കോഴ്സുകൾ, അതിനാവശ്യമായ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ് തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന തിരിച്ചറിവ് ഈ തലമുറയ്ക്കുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസത്തിന് പകരം നിൽക്കാൻ മറ്റൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് പൊതുവെ സമൂഹത്തിലുണ്ടായി. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും മറ്റു രീതിയിൽ ജീവിച്ചു പോകാം, ജീവസന്ധാരണത്തിനുള്ള മാർഗങ്ങൾ കാണാം എന്നാണ് ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല, വിദ്യാഭ്യാസമില്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് പൊതുസമൂഹം എത്തിയിരിക്കുന്നു. അതിലെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഒരു ദിശയിലൂടെ നീങ്ങുകയാണ്. നമ്മുടെ പുതിയ തലമുറയുടെ ഏറ്റവും നല്ല ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കാൻ വേണ്ടി അതിനുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഈ രംഗത്ത് വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. BBA, BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ കോഴ്സുകളാണ് കലഞ്ഞൂർ IHRD അപ്ലൈഡ് സയൻസ് കോളേജിൽ ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനം ഒരുക്കാൻ തയ്യാറാകുന്നതുവരെ മണലിൽ RPC പേപ്പർ മിൽ അടച്ചിടാൻ പഞ്ചായത്ത് നിർദ്ദേശിച്ചു. കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഈ ആവശ്യം ഉന്നയിച്ച് കരവാളൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചിരുന്നു. വെള്ളിയാഴ്ച പഞ്ചായത്ത് സെക്രട്ടറി മില്ല് സന്ദർശിച്ച ശേഷമാണ് നടപടിയെടുത്തത്. 10 വർഷത്തിലേറെയായി മണലിൽ പ്രവർത്തിക്കുന്ന RPC പേപ്പർ മിൽ കഴിഞ്ഞ 2 വർഷത്തോളമായി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കർമ്മസമിതി ചൂണ്ടിക്കാട്ടി. 2 വർഷമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി മില്ലിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ 2 മാസം മുമ്പ് അത് ലഭ്യമായി. അതേസമയം ആരോഗ്യവകുപ്പിന്റെ NOCയും ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ അനുമതിയും ഇനിയും ലഭ്യമായിട്ടില്ല. ഇതുമൂലം പേപ്പർ മില്ലിന്റെ പ്രവർത്തനത്തിന് പഞ്ചായത്ത് ലൈസൻസ് നൽകിയിട്ടില്ല. എന്നിട്ടും പേപ്പർ മിൽ കടുത്ത മാലിന്യ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നിർബാധം പ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ കർമ്മസമിതി രൂപീകരിക്കപ്പെട്ടത്. പഞ്ചായത്തിന്റെ അനുമതി കൂടാതെയാണ് RPC പേപ്പർ മിൽ പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് വേണ്ട രേഖകളോടെ മിൽ പ്രവർത്തിക്കാൻ തയ്യാറാകും വരെ അടച്ചിടണമെന്ന് കർമ്മസമിതി ആവശ്യപ്പെട്ടു. ഉപരോധം BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വസ്തു കയ്യേറ്റവും മാലിന്യവും അടക്കം പ്രദേശത്തിന് കടുത്ത ഭീഷണിയാണ് RPC പേപ്പർ മിൽ ഉയർത്തുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദന അതറിയണമെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഒരു ദിവസം കുടുംബമായിട്ട് നേരെ ഞങ്ങളുടെ മണലിലോട്ട് വരണം. അവിടെ വന്ന് ഞങ്ങളൊരു വീടെടുത്ത് തരാം, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ഥലം എടുത്ത് തരാം. അവിടെ ഒരു 10 മണിക്കൂർ നേരം ഈ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന ഈ വിദ്വാനും അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ ഒന്ന് താമസിക്കാൻ നോക്കുക. അപ്പോഴറിയാൻ സാധിക്കും ഇതിന്റെ ഭീകരത എന്താണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവർക്ക് അവകാശപ്പെട്ട വായുവും അതോടൊപ്പം തന്നെ ജലവും ഇത് അവരുടെ അവകാശമാണ്. ഈ അവകാശത്തെ തടസ്സപ്പെടുത്തുന്ന പരിപാടിയാണ് ഈ പറയുന്ന മണലിലെ പേപ്പർ മില്ലിൽ നിന്ന് വരുന്നത്. വ്യാഴാഴ്ച നടന്ന ഉപരോധത്തിന് പിന്നാലെ വെള്ളിയാഴ്ച കരവാളൂർ പഞ്ചായത്ത് സെക്രട്ടറി RPC പേപ്പർ മിൽ പ്രവർത്തനം മണലിലെത്തി പരിശോധിച്ചു. മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കാൻ കമ്പനി തയ്യാറാവുന്നതുവരെ മിൽ തുറക്കാൻ അനുവദിക്കില്ലെന്ന് കർമ്മസമിതി നിലപാടെടുത്തതോടെ പഞ്ചായത്ത് സെക്രട്ടറി ഇക്കാര്യം മാനേജ്മെന്റുമായി ചർച്ച ചെയ്തു. ഒടുവിൽ തൽക്കാലത്തേക്ക് RPC പേപ്പർ മിൽ പൂട്ടാൻ ധാരണയായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഉറുകുന്ന സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ അയോഗ്യരാക്കപ്പെട്ട LDF അംഗങ്ങൾക്കെതിരെ അതാതു പാർട്ടികൾ നടപടി സ്വീകരിക്കണമെന്ന് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും RSP മണ്ഡലം സെക്രട്ടറിയുമായ M. നാസർ ഖാൻ ആവശ്യപ്പെട്ടു. ബാങ്ക് ഭരണം അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPM പ്രതിനിധികളായ VS മണി, J. കമലാസനൻ, B. വനജകുമാരി, CPI പ്രതിനിധിയായ B. ജയകുമാർ എന്നിവരെയാണ് കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ KM രാഘവൻ ഉണ്ണിത്താൻ അയോഗ്യരാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത്. സഹകരണ ചട്ടം 44 പ്രകാരമാണ് നടപടി.
ഭരണസമിതി അംഗങ്ങളായ ഇവർ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിരിക്കുകയാണെന്ന് കാട്ടി ഉറുകുന്ന സ്വദേശി പുഷ്പാങ്കദൻ പുനലൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഓഗസ്റ്റ് 21-ന് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തി കൊല്ലം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടിശ്ശിക വരുത്തിയ 4 ഭരണസമിതി അംഗങ്ങളെ അയോഗ്യരാക്കിയത്. LDF ഭരിക്കുന്ന ബാങ്കിൽ 3 CPM അംഗങ്ങളെയും ഒരു CPI അംഗത്തെയുമാണ് ജോയിന്റ് രജിസ്ട്രാർ അയോഗ്യരാക്കിയത്. എന്നാൽ ഇവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് CPIയും CPMും സ്വീകരിച്ചു വരുന്നതെന്നും ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും നാസർ ഖാൻ ആവശ്യപ്പെട്ടു. ഈ ഉത്തരവാദിത്വം കൃത്യനിർവഹണം നടത്തേണ്ടുന്ന ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ അവർ സ്വന്തമായി സമ്പത്ത് എടുക്കാനും അത് അടയ്ക്കാതിരിക്കാനും ശ്രമിക്കുമ്പോൾ അവരെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് അവരെ മെമ്പർമാരാക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് നിർദ്ദേശിച്ച രാഷ്ട്രീയ പാർട്ടികൾ, അതായത് CPMും CPIയും ഈ ബോർഡ് മെമ്പർമാർക്കെതിരെ നടപടിയെടുക്കാനോ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാനോ അവർ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ കുറ്റകരമായ അനാസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും CPMനും CPIക്കും ഈ ഉത്തരവാദിത്വത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? 4 CPM മെമ്പർമാരിൽ 3 പേരും ഒന്ന് പുറത്താണ്. CPIയുടെ 4 മെമ്പർമാർ ഒരാളൊന്ന് പുറത്താണ്. എന്താണ് പുറത്താകാനുള്ള പ്രധാനപ്പെട്ട കാര്യം? ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരെ പേരിൽ ഇനിയെങ്കിലും നടപടിയെടുക്കാൻ അവർ തയ്യാറുണ്ടോ എന്നുള്ള നിലയിൽ RSP എന്ന നിലയിൽ ആധികാരികമായി ഞാൻ അവരോട് ചോദിക്കുകയാണ്. തീർച്ചയായും ഈ ഡയറക്ടർ ബോർഡുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി ഉത്തരം പറയേണ്ടി വരും. പൈസ എടുത്തതിനു ശേഷം അടയ്ക്കാതിരിക്കുന്നത് കൃത്യവിലോപമാണ്. അതിനെതിരെ ഒരു ചെറുവില അനക്കാൻ ഈ പാർട്ടി തയ്യാറായിട്ടില്ല. അതിന് ഈ പാർട്ടി ജനങ്ങളോട് കൃത്യമായ ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറയിപ്പിക്കുമെന്ന് ആധികാരികമായി പാർട്ടിയുടെ പേരിൽ തന്നെ ഞാൻ പറയുകയാണ്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിൽ കൃത്യവിലോപം കാണിച്ചവരെ സംരക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയില്ലെന്നും RSPയുടെ ഏക അംഗമായ തന്റെ തീരുമാനത്തിലാണ് ഭരണസമിതി നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങൾ വിവിധ ആവശ്യങ്ങൾക്കായി ലോൺ അപേക്ഷിച്ചിരിക്കുന്നത് കാരണമാണ് താൻ രാജിവെക്കാത്തതെന്നും വരും ദിവസങ്ങളിൽ രാജി പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ 4 മെമ്പർമാർ പുറത്തായ സ്ഥിതിക്ക് മറ്റ് 4 മെമ്പർമാരെ കൂടി പറഞ്ഞു വിടണമെങ്കിൽ RSP തീരുമാനമെടുത്താൽ മാത്രം മതി. ഇനി 4 മെമ്പർമാരുണ്ട്, പ്രസിഡന്റ് അടക്കം. ഈ 4 മെമ്പർമാരെ പുറത്താക്കാൻ RSP ഇന്നൊരു തീരുമാനമെടുത്താൽ മതി. തീർച്ചയായിട്ടും അവർ പുറത്താവും. എന്നാൽ അയോഗ്യരാക്കിയ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാൻ അംഗങ്ങൾ തയ്യാറെടുക്കുന്നതായും സൂചനയുണ്ട്. തീർച്ചയായും ഈ പാർട്ടി ഈ എടുക്കുന്ന സമീപനം ശരിയല്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ ഈ ജോയിന്റ് ശാലകളെ പുറത്താക്കിയ നടപടിക്കെതിരായി എന്തെങ്കിലും കൃത്രിമമായ ബാങ്കിൽ മിൻസ് ബുക്കിൽ എഴുതി ചേർക്കാൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെയോ അവിടുത്തെ സെക്രട്ടറിയോ പ്രസിഡന്റിനെയോ സ്വാധീനിച്ച് കൃത്രിമമായി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ഡേറ്റ് തീരുമാനിക്കാൻ കഴിയുമോ? അവിഹിതമായി മെമ്പർഷിപ്പ് എങ്ങനെ നാം കൊണ്ടുവച്ചിരിക്കുന്ന ആയിരക്കണക്കിന് മെമ്പർഷിപ്പ് അതിനകത്ത് എഴുതി കയറ്റാൻ കഴിയുമോ? ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളുടെ അവിടെ ചർച്ചാ വിഷയം. എന്തിനാണ് ഈ പാർട്ടി കൃത്രിമമായിട്ട് ആലോചിക്കുന്നത്? യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കണ്ടേ? ന്യൂസ് ബ്യൂറോ, തെന്മല. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDS വാർഷികാഘോഷങ്ങൾ 23-ന് തുടങ്ങി. 2 ദിവസമാണ് പരിപാടികൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ ശുചിത്വം സംരക്ഷിക്കുന്നതിലൂടെ ആരോഗ്യമുള്ള സമൂഹം വാർത്തെടുക്കുന്നതിന് കുടുംബശ്രീ യൂണിറ്റുകൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് S. മുരളീധരൻ നായർ അഭിപ്രായപ്പെട്ടു. ഏറ്റവും കൂടുതൽ അയൽക്കൂട്ടങ്ങളുടെ രൂപീകരണം നടത്തിയിട്ടുള്ള അയൽക്കൂട്ടങ്ങളുള്ള പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത്. രോഗവിമുക്തമായ ഒരു സമൂഹത്തെ പടുത്തുയർത്തുവാൻ, ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുവാൻ കുടുംബശ്രീകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സമൂഹം അത് മനസ്സിലാക്കണം. അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നതിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള ബാധ്യത കുടുംബശ്രീക്കുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതിനായി ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. CDS ചെയർപേഴ്സൺ K. ഉഷ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ മിനിമോൾ സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അംഗങ്ങളായ ഷൈല BV, തലവരമ്പ് അൻസർ, S. സിനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മടത്തറ അനിൽ, മാറ്റാപ്പള്ളി മുഹമ്മദ് റാഫി, മദിര വിജയൻ, ഉഷാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാജിദ യൂസഫ്, ശ്രീജ ബിന്ദു, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ യൂണിറ്റുകളുടെയും ബാലസഭകളുടെയും കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ഡോക്ടർ വയല വാസുദേവൻ പിള്ള പുരസ്കാരം പ്രമോദ് പയ്യന്നൂരിന് സമ്മാനിച്ചു. ചാണപ്പാറ സന്മാർഗദായിനി സുവർണ ജൂബിലി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ വയലായുടെ പത്നി വത്സല വാസുദേവൻ പുരസ്കാരം കൈമാറി. നാടകകൃത്തും നടനും സംവിധായകനും അധ്യാപകനും ഗവേഷക പരിശീലകനുമായിരുന്ന ഡോക്ടർ വയല വാസുദേവൻ പിള്ളയുടെ പേരിലുള്ള 3ാമത് പുരസ്കാരത്തിനാണ് പ്രമോദ് പയ്യന്നൂർ അർഹനായത്. സാംസ്കാരിക രംഗത്തെ പ്രവർത്തനവും നാടകം, ചലച്ചിത്രം എന്നീ മേഖലകളിലെ മികവുമാണ് പ്രമോദ് പയ്യന്നൂരിനെ അവാർഡിന് അർഹനാക്കിയത്. അവാർഡ് ദാന ചടങ്ങിൽ വയല വാസുദേവൻ പിള്ള ഫൌണ്ടേഷൻ ചെയർമാൻ MLA മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായി. ജീവിതത്തിൽ നിന്ന് കലയുടെ നന്മകൾ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന കാലമാണിതെന്ന് മുല്ലക്കര അഭിപ്രായപ്പെട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കലയിലെ ദോഷം പല കലയിലും കലയില്ലെങ്കിൽ പിന്നെ കല എന്താവും ചോദിച്ചാൽ
അതെന്തുമാണ്? കലയിൽ മാത്രമല്ല, ചില കാലത്ത് കല ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ജീവിതത്തിലും കലയുണ്ടായി. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കലയുടെയും അതിൻ്റെ നന്മയും വല്ലാതെ ഒലിച്ചു പോയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാനും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രൊഫസർ ബി ശിവദാസൻ പിള്ള സ്വാഗതം പറഞ്ഞു. നാടക പ്രവർത്തകനും മുൻ എംഎൽഎയുമായ പിരപ്പൻകോട് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി സെക്രട്ടറി ജെ.സി. അനിൽ, ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ്. അരുണാദേവി, വാർഡ് മെമ്പർ സി. ബിന്ദു, ഗ്രന്ഥശാല സെക്രട്ടറി ജി.എസ്. പ്രിജിലാൽ, അഡ്വക്കേറ്റ് വയല ശശി, കെ.ജി. വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തന്റെ ദൃശ്യബോധത്തിന് പുതിയ ദിശാബോധം പകർന്നു തന്ന ഗുരുവാണ് ഡോക്ടർ വയല വാസുദേവൻ പിള്ളയെന്ന് പ്രമോദ് പയ്യന്നൂർ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു. ദൃശ്യബോധത്തിന്റെ പുതിയ ദിശാബോധങ്ങൾ പകർന്നു തന്നു വഴിവെളിച്ചമായി നിൽക്കുന്ന ഗുരുവാണ് വയലാർ സാർ. വയലാർ സാറിന്റെ പേരിൽ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അത് മറ്റേത് പുരസ്കാര ലബ്ധിയേക്കാളും വലുതാണ്, വിലമതിക്കുന്നതാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റായി ജെ.എൽ. നസീറിനെ തെരഞ്ഞെടുത്തു. ഡിസിസി പുനഃസംഘടനാ കമ്മിറ്റിയുടെ നാമനിർദ്ദേശം കെപിസിസി അംഗീകരിക്കുകയായിരുന്നുവെന്ന് ഡിസിസി പ്രസിഡന്റ് വി. സത്യശീലൻ അറിയിച്ചു. കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ രൂപത്തിൽ ജന്മിത്തം രാജ്യത്ത് തിരികെ വരുന്നത് തീർത്തും അപകടകരമാണെന്നും ഇതിനെ ചെറുക്കണമെന്നും സിഐടിയു പത്തനാപുരം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി.എം. ജാഫർ ഖാൻ സിപിഎം കല്ലിങ്കടവ് ബ്രാഞ്ച് സമ്മേളനം പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉജ്ജ്വലമായ സദസ്സാണ് നാം സംഘടിപ്പിച്ചതെങ്കിൽ ഇന്ന് ജനങ്ങൾക്ക് ഏകദേശം അസ്തമിച്ച മട്ടാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. ചിലപ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജന്മിത്വം ഏകദേശം അവസാനിച്ചു. പക്ഷേ ജന്മിത്വം അവസാനിച്ചു എന്ന് പറയുമ്പോൾ പുതിയ രൂപത്തിൽ, പുതിയ മുഖത്തിൽ പുതിയ മുതലാളിത്ത സംവിധാനം, കോർപ്പറേറ്റ് സംവിധാനം നിലനിൽക്കുന്നുകൊണ്ടിരിക്കുകയാണ്. സ്വത്ത് മൂലധനം മുഴുവൻ തങ്ങളുടെ കൈകളിൽ ഒതുക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 144 കുടുംബത്തിലായി ഇന്ത്യയുടെ സമ്പത്തിന്റെ 60% കൈയാളുന്നു എന്ന് പറഞ്ഞാൽ എത്ര അപകടകരമായ സ്ഥിതിയിലേക്കാണ് ജന്മിത്തത്തിൽ നിന്നും മുതലാളിത്തത്തിലേക്കും അതുവഴി കോർപ്പറേറ്റ് മുതലാളിമാരുടെ കൈകളിലേക്കും ഇന്ത്യ ചെന്നെത്തിയിരിക്കുന്നത്. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പതാക ഉയർത്തി അഭിവാദ്യമർപ്പിച്ചുകൊണ്ടാണ് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയത്. കെ.സി. മണി അധ്യക്ഷനായി. കല്ലുങ്കടവൻ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയായി ഡെൻസൺ വർഗീസിനെ തെരഞ്ഞെടുത്തു. സിപിഎം പത്തനാപുരം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബിജു കാർത്തിക, കുണ്ടയം ഷാജഹാൻ, പ്രകാശ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അനധികൃത ടാക്സികൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. ടാക്സി ഡ്രൈവർമാർ ജോയിന്റ് ആർടിഒയ്ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പുനലൂരിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തു. വിവാഹ സംഘത്തിനൊപ്പം ഓട്ടം പോയ അനധികൃത ടാക്സിയാണ് പുനലൂർ AMVI MI ഫിറോസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. 2 വാഹനങ്ങളാണ് രണ്ടിടത്തു നിന്നായി പരിശോധനയ്ക്കിടെ പിടിച്ചെടുത്തത്. ഇല്ലിസിറ്റ് ടാക്സി ഓടുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ ജോയിന്റ് ആർടിഒയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിന്റെ പ്രകാരം നമ്മൾ ചെക്കിങ് നടത്തി. എൻ്റെ അടുത്ത് സാറ് ആവശ്യപ്പെട്ട അനുസരിച്ച് ചെക്കിങ് നടത്തിയപ്പോഴത്തേക്കും അഞ്ചൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് പിന്നെ കുന്നലയിലേക്ക് ഒരു ടാക്സിയും ഇല്ലിസിറ്റ് ടാക്സിയും പിന്നെ അലുമിക്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് അഞ്ചലിലേക്ക് വേറെ ഒരു ഇല്ലിസിറ്റ് ടാക്സിയും അതുപോലെ കല്യാണ ഓട്ടം അനധികൃതമായിട്ട് നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അത് പ്രകാരം വാഹനം പിടിച്ചെടുത്ത് ചെക്ക് റിപ്പോർട്ട് തയ്യാറാക്കി. സ്വകാര്യ അനധികൃത ടാക്സികൾ ഓട്ടം തട്ടിയെടുക്കുന്നതായി ചൂണ്ടിക്കാട്ടി പത്തനാപുരം കേന്ദ്രീകരിച്ചുള്ള സംയുക്ത ടാക്സി ഡ്രൈവർമാർ ജോയിന്റ് ആർടിഒയ്ക്ക് പരാതി നൽകിയിരുന്നു. ഏതാനും ദിവസം മുമ്പ് നിയമവിരുദ്ധമായി ഓടുന്ന വാഹനങ്ങൾ ടാക്സി ഡ്രൈവർമാർ പത്തനാപുരം മേഖലയിൽ സംഘം ചേർന്ന് തടയുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി ശക്തമാക്കിയത്. അനധികൃത ടാക്സികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ശാലയംപുരത്ത് ദേശീയ നിലവാരത്തിൽ പണികഴിപ്പിച്ച ബാഡ്മിന്റൺ കോർട്ട് 25-ന് ഉദ്ഘാടനം ചെയ്യും. മുൻ കായിക മന്ത്രി കൂടിയായ MLA KB ഗണേഷ് കുമാറാണ് കോർട്ട് നാടിന് സമർപ്പിക്കുന്നത്. സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പത്തനാപുരം ശാലയംപുരം മർത്തോമ പള്ളിക്ക് മുൻവശത്തായി കായിക താരവും പ്രമുഖ ബാഡ്മിന്റൺ താരവുമായ ഫോട്ടോഗ്രാഫറും കൂടിയായ ശ്രീ ബെന്നി ശാലേമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഇന്റർനാഷണൽ നിലവാരത്തിൽ ഒരു ബാഡ്മിന്റൺ കോർട്ട്, ഇൻഡോർ കോർട്ട് പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന
25-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മുൻ കായിക വകുപ്പ് മന്ത്രി കൂടിയായ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ വെച്ച് അതിന്റെ കോർട്ടിന്റെ ഉദ്ഘാടനം, അതോടൊപ്പം തന്നെ സംസ്ഥാനതല ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്നിവയും നടക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഗാന്ധിഭവൻ ചെയർമാൻ പുനലൂർ സോമരാജൻ, നർത്തകി ലക്ഷ്മി ഹരിലാൽ, കലാകായിക പ്രവർത്തകൻ R മെഹജാബ് എന്നിവരെ പുരസ്കാരം നൽകി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രദീപ് ഗുരുകുലം, ബെന്നി ശാലയം എന്നിവർ പങ്കെടുത്തു. പല ടൗൺ ഏരിയകളിലും ഇഷ്ടംപോലെ കായിക താരങ്ങൾ വന്നു, അവർക്ക് അവിടെ സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു സന്ദർഭങ്ങളോ അതിന്റെ സാഹചര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പലരും ഇതിൽ നിന്ന് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് പുതിയ തലമുറകളെ കായിക രംഗത്തോട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിടവൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ മന്ദിരം ശനിയാഴ്ച മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങ്. MLA KB ഗണേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനാവും. കൊടിക്കുന്നിൽ സുരേഷ് MP, KLDC ചെയർമാൻ ബെന്നി കക്കാട്, ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു, ബാങ്ക് പ്രസിഡന്റ് O പൊന്നച്ചൻ, തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവ് മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങാനുള്ള തീയതി നവംബർ 2 മാറ്റി. പണി തുടങ്ങാൻ താമസിക്കുന്നത് മണ്ഡലകാലത്ത് ഭക്തർക്ക് തിരിച്ചടിയാവുമെന്ന് ചൂണ്ടിക്കാട്ടി BJPയും RSSും രംഗത്ത്. ഉറുകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ അയോഗ്യരാക്കപ്പെട്ട LDF അംഗങ്ങൾക്കെതിരെ അതാത് പാർട്ടികൾ നടപടി സ്വീകരിക്കണമെന്ന് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും RSP മണ്ഡലം സെക്രട്ടറിയുമായ M നാസർ ഖാൻ. CPMും CPIയും ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്നും നാസർ ഖാൻ. മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനമൊരുക്കാൻ തയ്യാറാകുന്നതുവരെ കരവാളൂർ പഞ്ചായത്തിലെ മണലിൽ RPC പേപ്പർ മിൽ അടച്ചിടാൻ പഞ്ചായത്തിന്റെ നിർദ്ദേശം. നടപടിയെടുത്തത് കർമ്മസമിതി കഴിഞ്ഞ ദിവസം നടത്തിയ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ. ഡോക്ടർ വയല വാസുദേവൻ പിള്ള പുരസ്കാരം പ്രമോദ് പയ്യന്നൂരിന് സമ്മാനിച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewarta.com സന്ദർശിക്കുക. നമസ്കാരം.